എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇങ്ങനെ മുടി കെട്ടിയ ശരിയായാലും തോന്നുന്നല്ലേ. ഞാൻ നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നോ, ചീകിയിട്ടില്ല, ചുമ്മാ ഇങ്ങനെ നമ്മളിങ്ങനെ എടുക്കല, അങ്ങനെ എടുത്ത് കെട്ടിയിട്ട് കൊണ്ടുവന്നു കെട്ടിയതാ. ഇപ്പം ഇങ്ങ് വന്നു വിടുന്നുണ്ടോ സ്വെറ്റർ, ഇതിൻ്റെ അടിയിൽ ഇനി ഒരു ഇതുണ്ടോ, ഒരു ഡ്രസ്സും കൂടെ. നല്ല തണുപ്പാണ്, നല്ല തണുപ്പെന്നാൽ ഭയങ്കര തണുപ്പാണ്, നല്ല തണുപ്പല്ല ഭയങ്കര തണുപ്പ്. ചെന്നൈയിലൊക്കെ ഭയങ്കര മഴയാണ്, നമുക്ക് ഇവിടെ തുടങ്ങി മഴ. ഇന്നലെ രാത്രിയല്ല രാവിലെ എല്ലാം ഭയങ്കര മൂടിക്കിടക്കുക, ഇങ്ങനെ മഞ്ഞ് പോലെ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, മുട്ട. ഇതിനകത്ത് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, മുട്ടയ്ക്കകത്ത് കുറച്ച് ഉള്ളി, 2-3 പച്ചമുളകും കുറച്ച് പെപ്പറും ഇട്ടുള്ളൂ. അതെന്നറിയോ ഞാനിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്, എനിക്ക് പെട്ടെന്ന് ഉറങ്ങാനായിട്ടാണ്. ഇതുകൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകുക, ഭയങ്കര പേഷ്യൻ്റായിരുന്നു, ബാക്ക് ടു ബാക്ക് ബിസി ആയിരുന്നു. പിന്നെ ഭയങ്കര മഴ, തണുപ്പല്ലേ. നല്ല ടേസ്റ്റ് തണുപ്പത്ത് ഇങ്ങനെ ഇത് കഴിക്കാൻ. ഈ തണുപ്പത്ത് എന്താ കഴിക്കുന്നത് അറിയോ? ബജി ഇല്ലേ, ബജി, അതുണ്ടാക്കി കഴിക്കണം തണുപ്പ് ഈ സമയത്ത്. ഇവിടെ ഇഷ്ടംപോലെ ബജി ഉണ്ടാക്കില്ല, ഈ ചില്ലി ബജി, ആലു ബജി, പിന്നെ ബ്രെഡിൽ ബജി, ക്യാപ്സിക്കം ബജി, എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ പറയണ്ട, പാനിപ്പൂരി ഇവിടെ ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പാനിപ്പൂരി, മസാലപ്പൂരി, വേൽപൂരി, സേവ്പൂരി, ദഹിപ്പൂരി, ഏതൊക്കെയോ പൂരികളുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭയങ്കര റഷായിരിക്കും. അത് ഈ തണുപ്പത്താകുമ്പോഴേ ടൈം പാസ്സൊക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തർ വരില്ലേ, കുറച്ച് സ്നാക്സ് ഒക്കെ തിന്നിട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ. അപ്പം ഞാൻ കഴിക്കട്ടെ. നിങ്ങൾ കണ്ടല്ലോ ഷോപ്പ്, അത് കണ്ടല്ലോ, ഇതിൻ്റെ അകം നിങ്ങൾ കണ്ടല്ലോ, ടൈറ്റൻ ഷോപ്പാണ് കേട്ടോ. ഞാനുണ്ടല്ലോ വാച്ച് വാങ്ങുമെന്ന് പറഞ്ഞ് അകത്ത് കയറിയതാണ്. കുറേ ദിവസം എൻ്റെ ഒരു വാച്ച് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് 6 മന്തായിട്ട് വാങ്ങിച്ചിട്ടൊരു 4 മന്ത് ആയതേ ഉള്ളൂ. ആ വാച്ച് എവിടെ ഞാനിങ്ങനെ വ്ളോഗ് എടുത്ത സമയത്ത് തന്നെ ഊരിപ്പോയി. അത് റോസ് ഗോൾഡ് വാച്ചായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ നല്ലതാണ്, ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ ഈ സൈഡിലൊക്കെ. ഞാനങ്ങനെ ഏത് ബ്രാൻഡാണ് വാങ്ങണമെന്ന് ഓർത്തി പോയതല്ല കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് ട്രാക്കിൻ്റെ ആണ് തോന്നിയത്. ഇതെല്ലാം നമ്മുടെ ടൈറ്റാൻ രാഗ, ഇതൊക്കെ 4000 ആണ് സ്റ്റാർട്ടിങ് കേട്ടോ. ഇതൊക്കെ ഈ ടൈറ്റനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര മോഡലായിട്ട് തോന്നില്ല, പക്ഷേ ഭയങ്കര റേറ്റാണ്. ഇതൊക്കെ അത് തന്നെയാണ്, ടൈറ്റാനാണെന്ന് തോന്നുന്നു. അതെ 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 അതെ. എനിക്ക് ഈ ഷോപ്പിൽ ഇവരെ അറിയാമെന്നാണ് കേട്ടോ. ഞാനിവിടുന്ന് 2-3 പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഈ ഷോപ്പിൻ്റെ ആൾ കേട്ടോ. പിന്നെ ഇവിടെ സർവീസ് സെൻറ്ററും കൂടെയാണ്, രണ്ടും കൂടെയാണ്. ഇത് ടൈറ്റാൻ, ഇത് കണ്ടോ. ഇത് ഫാസ്റ്റ് ട്രാക്ക്, അല്ല ഇത് സൊനാട്ടയുടെ, കറക്റ്റ്. ഇത് സൊനാട്ട, അപ്പുറത്തെ ഫാസ്റ്റ് ട്രാക്കാണ് കേട്ടോ. നല്ല വെറൈറ്റീസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഈ വാച്ചാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇതിപ്പോൾ വന്നിറങ്ങിയ മോഡലാണെന്ന് അവർ പറഞ്ഞേ. ഇത് കണ്ടോ, നല്ല ഉണ്ടല്ലേ. ഈ കളർ എന്താ ഞാൻ എടുത്തതെന്നറിയോ? ഇതിൻ്റെ വേറൊരു കളറുണ്ട് ഇവിടെ, ഒരു ബ്ലൂ കളർ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എവിടെയോ ഉണ്ട്. ഇത് കണ്ടോ. ഇത് ഞാൻ എടുക്കണമെന്ന് ആദ്യം ഓർത്തു, പിന്നെ ഞാൻ വിചാരിച്ചു അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡ്രസ്സിനും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പം സാരി, ജീൻസ് എല്ലാത്തിനും മാച്ചാവും. ഇതാണ് കേട്ടോ, അവർ നല്ല സ്നേഹത്തോടെ കേട്ടോ നമ്മളോട് പെരുമാറുന്നതൊക്കെ. അവരാണ് എനിക്ക് സെലക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ടൈമിലെ വാച്ചും എനിക്ക് ഇവരാ സെലക്ട് ചെയ്ത് തന്നെ. ഇത് കണ്ടോ, നല്ല ഉണ്ടല്ലേ എൻ്റെ കൈക്ക്, എനിക്കിഷ്ടമായി. അങ്ങനെ അവരിത് പാക്കൊക്കെ ചെയ്ത് തന്നു കേട്ടോ. ഇത് അവർക്കറിയാം, അവർ പറഞ്ഞ ഒരു യൂട്യൂബൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്ത് എല്ലാം എടുത്തു തരാനും എല്ലാം പാക്ക് ചെയ്യാനും ഒക്കെ. ഇതെൻ്റെ ടൈറ്റൻ രാഗ വാച്ചാണ് കേട്ടോ. ഇത് സർവീസിന് ഞാൻ കൊടുത്താണ്, അത് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. ഇനി പിന്നെ കാണാമെന്ന് പറഞ്ഞ്. എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ, ഒരു 1 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ നേരെ ഓട്ടോയിലേക്ക് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര റഷായിരുന്നു കേട്ടോ. റഷുള്ളടത്ത് വീഡിയോ എടുക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം അവരെല്ലാം എന്ത് വിചാരിക്കുന്നു, കാരണം ഇപ്പോഴും അങ്ങനെ ഓപ്പറായിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി, വീടിൻ്റെ അകത്ത് കയറിയില്ല, പുറത്തുനിന്ന് തന്നെ വീഡിയോ എടുക്കുവാണ്. കാരണം ഇവിടെ നല്ല മൂടി കിടക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ ക്ലൈമറ്റ് കണ്ടോ, ഭയങ്കര മഞ്ഞാണേ. ഇത് കണ്ടോ, ഞാനിപ്പോൾ സ്വെറ്ററായിട്ടിരിക്കുന്നേ. മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുവാണ്. രാവിലെ മുതൽ ഭയങ്കര മൂടിയായിരുന്നു ക്ലൈമറ്റ് എല്ലാം. ഇത് കണ്ടോ, നിങ്ങൾ കാണുന്നില്ല? ഇത് കണ്ടോ, മഞ്ഞിങ്ങനെ മൂടി കിടക്കുന്നത്, വെയിലൊന്നും പറഞ്ഞതില്ല. ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെ മൂടി കിടക്കുവാണ്. എനിക്കിതൊന്നും മഴ പെയ്യാൻ 100% ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഞാൻ രാവിലെ പോയത് വന്നത് നല്ല കാര്യമായി. ഇത് കണ്ടോ,
ഇവിടെ നിന്നൊക്കെ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ദൂരത്തുള്ള ബിൽഡിംഗ് എല്ലാം നല്ല, നിങ്ങളെ ഞാൻ ഒത്തിരി പ്രാവശ്യം ഇത് കാണിച്ചിട്ടുണ്ടല്ലേ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പ്രാവും കുട്ടികൾ ഇരിക്കുന്നതാണ്. കാരണം ഈ മഞ്ഞൊക്കെയുള്ള സമയത്ത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമല്ല, കുറേ ഇരിപ്പുണ്ട് ഇവിടെ. അതുകൊണ്ടല്ലേ ഈ മഞ്ഞ കൊണ്ട് അധികം കാണാൻ പറ്റുന്നില്ലേ. ഇത് കണ്ടോ, സാധാരണ അവർ അപ്പുറത്തെ സൈഡിലാണ് വന്നിരിക്കുക, ഇന്ന് അങ്ങോട്ട് വന്നിട്ടില്ല. ഇവിടെ നിൽക്കാൻ നല്ല സുഖമായിട്ട്, നല്ല മഞ്ഞും തണുപ്പും കാറ്റുമായിട്ട് നല്ല സുഖം പുറത്ത് നിൽക്കാൻ. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ക്ലൈമറ്റ്. ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് വരുമ്പോഴാണ് നമ്മളിങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നത് അല്ലേ. അയ്യോ നല്ല തണുപ്പെന്നൊക്കെ പറഞ്ഞല്ലേ, നല്ല സ്വെറ്ററൊക്കെ ഇട്ട് ഇങ്ങനെ മൂടി പൊതിച്ചിരിക്കുക, നല്ല സ്നാക്സൊക്കെ തിന്നാൻ നല്ല സുഖമല്ലേ. നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഇങ്ങനെ സ്നാക്സും വടയൊക്കെ തിന്നുകൊണ്ടിരിക്കാൻ നല്ലതല്ലേ. എന്താണെന്നറിയോ, ഞാൻ അവിടെ പോയി ചോറ് കഴിച്ചെന്ന് പറഞ്ഞില്ല, എനിക്കൊരു ഫേവറേറ്റ് ഷോപ്പുണ്ട് അവിടെ, വിഷ്ണു ഗാർഡൻ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ എപ്പോൾ പോയാലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് പോയി ചോറ് കഴിക്കും. എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ചോറ് ഒരു ബൗളിൽ കുറച്ചുണ്ടാവില്ല, പിന്നെ കറികൾ ഒത്തിരി കൂടെ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു കേർഡ് റൈസ് ഉണ്ടാവും, പിന്നെ ഒരു പായസം ഉണ്ടാവും. ഓരോ ദിവസം വെറൈറ്റി ഡിഷസാണ് കേട്ടോ ഈ ചോറിൻ്റെ കൂടെ. പിന്നെ പപ്പടം, പിന്നെ പൂരി, ഇല്ലെങ്കിൽ പൂരി ഇല്ലെങ്കിൽ ചപ്പാത്തി. എനിക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ എപ്പോൾ പോയാലും ഞാൻ അവിടെ കഴിച്ചിട്ടേ ഞാൻ വരുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ചതെന്ന് ചോദിച്ചാൽ അതെല്ലാം ഐറ്റം ഉണ്ടായിരുന്നു, പക്ഷേ റൊട്ടിയായിരുന്നു. അതിനൂടെ കുറച്ച് പലാവ് ഉണ്ടായിരുന്നു. അന്നത്തെ സ്പെഷ്യലായിരുന്നു കേട്ടോ അവിടെ. ഓരോ ദിവസം സ്പെഷ്യൽ ഒരു ഡിഷ് അവിടെ ഒരു ഗ്ലാസ്സിൽ അങ്ങനെ അവർ ഇട്ട് വെച്ചിരിക്കും. അങ്ങനെ അവർ ഇങ്ങനെ ഫ്രെയിം ചെയ്ത പോലെ വെക്കും. നമുക്കത് ഏത് വേണമെങ്കിലും നമുക്കവിടെ ഓർഡർ ചെയ്ത് വാങ്ങിക്കാം. അപ്പം ഞാൻ ഉറങ്ങിയില്ല, നീ തണുപ്പ് നല്ലപോലെ പുതച്ച് മൂടി കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.